അപ്പോൾ അബുദാൽ എന്ന് പറഞ്ഞാൽ എന്താ? അബുദാൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അബുദാൽ എന്ന പല ഒന്നിലധികം ശരീരങ്ങൾ പ്രകടാക്കാൻ കഴിയുന്ന വലിയ അതാണ് അബുദാൽ. നമുക്ക് ലാസ്റ്റ് സമയമുണ്ടെങ്കിൽ പിന്നെ പറയാം. അബുദാലിന് അങ്ങനെ മാനല്ല എന്ന് ചിലവർ പറഞ്ഞു. എവിടെ നോക്കിയത് നിങ്ങൾ? അബുദാലിന് അങ്ങനെ മാനല്ല. എത്ര കിതാബിലാണ്, ഈ കിതാബിൽ അധിക കിതാബിലും അബുദാലിൻ്റെ ആ മാന പറഞ്ഞിട്ടുണ്ട്. ഒന്നിലധികം ശരീരമുണ്ട് അബുദാലിന്. അവരൊരു ശരീരം ഒരു കാര്യം പ്രവർത്തിക്കും, മറ്റൊരു ശരീരം വേറൊന്ന് പ്രവർത്തിക്കും. അബുദാൽ എന്ന സ്ഥാനത്തേക്ക് എത്തുമ്പോൾ തുടങ്ങും ഒന്നിലധികം ശരീരം ഉണ്ടാകുന്ന അവസ്ഥത്തിൽ, അല്ലേ? എന്നിട്ട് അബുദാൽ എന്ന സാധനം ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഈ കിതാബിലൊക്കെ ഉണ്ട്. എത്ര കിതാബിലുണ്ട് ഇതിനെ കുറിച്ച്, അബുദാലിനെ കുറിച്ച്. ഈ ഇരിക്കുന്ന കിതാബിലൊക്കെ ഉണ്ട്. ഏതൊക്കെയാണ് കിതാബ്? അതിൽ 2 വാങ്ങിയ കിതാബ് തന്നെ കേട്ടോ. മൗലുദുൽ ഹുസ്നൈൻ, അതിന്റെ ഷറഹ് 900 പേജുള്ള മത്നദുൽ ഹുസ്നൈൻ. പിന്നെ വേറെന്താ? വേറെ കുറെ പിറ കിതാബ്, കുറെ സൂഫി കിതാബ്, കുറെ പാള കിതാബ്, കുട്ടികളെ പമ്പേഴ്സിന് പകരം ഉപയോഗിക്കാൻ പറ്റിയ കുറെ സാധനങ്ങൾ ആ കിതാബിലൊക്കെ ഉണ്ട്. ഉണ്ടായമതല്ലേ ഏതെങ്കിലും ബലത്തുനിന്ന് എടുത്ത് എഴുതിയതൊക്കെ പ്രമാണമുള്ള അവൾക്ക് ഇരിക്കട്ടെ. അപ്പൊ എന്താണ് അബുദാൽ? അബുദാൽ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം തടിയുള്ള വലിയനാണ് അബുദാൽ എന്ന് പറയാ. എടോ, നിങ്ങളെ ഔലിയാക്കളെ ഒരു തടി കൊണ്ട് തന്നെ സമുദായം കുടുങ്ങിക്കാണ്. പിന്നെ ഒന്നിലധികം തടി ഉണ്ടായ സമുദായത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? പല തടി ഉണ്ടാവും. അത് 40 തടി ഉണ്ടാവും, 400 തടി ഉണ്ടാവും, 4000 തടി ഉണ്ടാവും. പല എണ്ണത്തിലും പല തടി ഉണ്ടാവും. പല നാടുകളിലും പല തടി പ്രത്യക്ഷപ്പെടും. ഒരു തടി ഒരു പണി, വേറെ തടിക്ക് വേറൊരു പണി. അങ്ങനെയാണ് അതിന്റെ ഡ്യൂട്ടികൾ. ഇപ്പൊ ഒരു തടി ഇങ്ങനെ ഇരുന്ന് തിന്നുമായിരിക്കും, വേറെ തടി ഇരുന്ന് ഇങ്ങനെ തൂറുക, വേറെ തടി എവിടെയും നിന്ന് കണ്ട് കള്ളുഷാപ്പിൽ നിന്ന് കള്ളു കുടിക്കുണ്ടാവും, വേറെ തടി ഏതെങ്കിലും വേശ്യാലയത്തിൽ പോയി കണ്ട് പെണ്ണ് കുടിക്കുണ്ടാവും, വേറെ തടി കഞ്ചാവ് വലിക്കുണ്ടാവും. കാരണം ഇത് തമാശയല്ല. കാരണം ഇവരെന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ 40 തടിയുള്ള ഒന്നിലധികം തടിയുള്ള ശരീരത്തിന് ഒരു തടിക്ക് മാത്രമേ നിസ്കാരം നിർബന്ധമുള്ളൂ. അപ്പോൾ 40 തടിയുള്ള ഒരു വലിയന് ഒരു തടിക്ക് നിസ്കാരം നിർബന്ധമുള്ളൂ. 39 തടിക്കും നിസ്കാരം ഒഴിവാക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 39 തടിക്കും ഹറാമുകൾ ചെയ്യാം. കാരണം നിസ്കാരം ഒഴിവാക്കുന്നതിനെക്കാട്ടും വലിയ തെറ്റ് വേറുണ്ടോ? നിസ്കാരം ഒഴിവാക്കുന്നതിനെക്കാട്ടും വലിയ തെറ്റാണോ മദ്യപാനം? നിസ്കാരം ഒഴിവാക്കുന്നതിനെക്കാട്ടും വലിയ തെറ്റാണോ വേശ്യാവൃത്തി? തന്നെ. അപ്പം 39 തടിക്കും നിസ്കാരം വേണ്ടാന്ന് പറഞ്ഞാൽ 39 തടിക്കും എല്ലാ ഹറാമും ചെയ്യാം. അപ്പൊ ഒരു തടി ഇവിടെ നിന്ന് കണ്ട് തിന്നുണ്ടാവും, വേറെ തടി കക്കൂസിലിരിക്കുണ്ടാവും, വേറെ തടി അവിടെ കിടന്ന് കുത്തിമറി ഉണ്ടാവും, വേറെ തടി ഇവിടെ പറക്കുണ്ടാവും. എന്നാൽ ഇസ്ലാമിന്റെ കാര്യങ്ങളൊന്നും ചെയ്യൂലട്ടാ. എത്രയൊക്കെ തടി ഉണ്ടായാലും നിസ്കരിക്കാൻ എന്തായാലും പോവില്ല. അതിൽ യാതൊരു സംശയം നിങ്ങൾക്ക് വേണ്ട. അല്ലെങ്കിൽ തമാശ പറയല്ല, ഇവരെന്നെ പറഞ്ഞിട്ടുണ്ട്, എത്ര തടി ഉണ്ടായി കഴിഞ്ഞാലും നിസ്കരിക്കാൻ കിട്ടൂല, തടിനെ തിന്നാൻ പോയിക്കുന്നു ഇവരെന്നെ പറഞ്ഞിട്ടുണ്ട്.